കോപ്പ അമേരിക്കയിൽ ഇപ്പോൾ യുറുഗ്വൈ ബ്രസീൽ ഒരു കനത്ത മത്സരം വരാനിരിക്കുകയാണല്ലോ അല്ലേ. ഇപ്പോൾ യൂറോ കപ്പിലാണെങ്കിലും കോപ്പ അമേരിക്കയിലാണെങ്കിലും ഏറെക്കുറെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള ടീമുകളും ഇനിയുള്ള മത്സരങ്ങളൊക്കെ കണ്ണിമ വെട്ടാതെ കാണാൻ പറ്റിയ ഓരോ മത്സരവും ഒരു മിനിറ്റ് പോലും ഒഴിവാക്കാതെ കാണേണ്ട മത്സരങ്ങളാണല്ലേ. കോപ്പ അമേരിക്കയിൽ ആണെന്നുണ്ടെങ്കിൽ ബ്രസീൽ ഉറുഗ്വേ മത്സരം, അതുപോലെ അർജൻറ്റീനൻ്റെ മത്സരമുണ്ട്. അതേമാതിരി യൂറോ കപ്പിൽ ക്വാർട്ടറിൽ സ്പെയിന്, ജർമ്മനി, അതേമാതിരി പോർച്ചുഗൽ, ഫ്രാൻസ്, പോളണ്ടിൻ്റെ കളിയുണ്ട്. അങ്ങനെ മികച്ച യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലൊക്കെ മികച്ച ടീമുകൾ മത്സരിക്കുന്ന മത്സരങ്ങൾ ഈയിടെ ഇന്നും നാളെ 2-3 ദിവസത്തിനുള്ളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇരുവരും ഏറ്റുമുട്ടാണ്ട് അല്ലേ. ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഉറുഗ്വേനോട്ടാണ് മത്സരം. ലാസ്റ്റ് കഴിഞ്ഞ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ബ്രസീലിന് ക്വാർട്ടറിൽ ഉറുഗ്വേനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഉറുഗ്വേ എന്ന് പറയുമ്പോൾ മികച്ച ടീമാണ്, എക്കാലത്തെയും മികച്ച ടീമാണ് ഉറുഗ്വേ. അപ്പോൾ ഇനി കോപ്പ അമേരിക്കയിലാണെങ്കിലും വേൾഡ് കപ്പിലാണെങ്കിലും ഒക്കെ ഫേവറേറ്റാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു ഓപ്പോസിറ്റ് തന്നെയാണ്. തക്കതായിട്ടുള്ള സെയിം ആയിട്ടുള്ളൊരു ഓപ്പോസിറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ ബ്രസീലിൻ്റെ ടീമിനെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആണെങ്കിൽ എന്താ പറയുക, ബ്രസീലിൻ്റെ ടീമിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ കളി കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നൊരു ടീമാണ് ബ്രസീൽ. കളിക്കുന്നുണ്ട്, ഒരുപാട് കളിക്കാരുണ്ട്, എത്രയോ കളിക്കാരുണ്ട്, ഒരുപാട് നല്ല വേൾഡ് കപ്പിൽ ഒരു ട്രോൾ ഉണ്ടായിരുന്നല്ലേ ടീം ബി ടീം എന്നൊക്കെ പറയുന്ന മാതിരി എയും ബിയും സിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ടീമുകളുണ്ട്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ എന്തൊക്കെ കാട്ടണം, അതാണ് അവസ്ഥ. വിനീഷ്യസ്, റോഡ്രിഗൊക്കെ ക്ലബ്ബിൽ കളിക്കണമാതിരി രാജ്യത്തിന് വേണ്ടി കളിക്കണില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാലും ഗോളൊക്കെ അടിക്കാറുണ്ട്. കഴിഞ്ഞ കളീൻ്റെ മേലത്തെ കളിയിൽ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ടീമിലൊരു ഒത്തൊരുമ, അതേമാതിരി ഒരു ടീമൊരു ലൈനപ്പ് ഒരു സെറ്റാവാത്ത പ്രശ്നമാണുള്ളത്. ആദ്യം വേണ്ടത് മികച്ചൊരു കോച്ചാണ്. മികച്ചൊരു കോച്ചിനെ ആദ്യം കൊണ്ടുവന്നിട്ട് അതിൻ്റെ കീഴിൽ നല്ലൊരു മികച്ചൊരു സ്റ്റാർട്ടിങ് ലൈനപ്പ് സെറ്റ് ചെയ്യാതെ, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഓരോ അവസ്ഥകൾ ബ്രസീലിന് വരുന്നത്. പ്രത്യേകിച്ച് സൂപ്പർ താരം നെയ്മർ വർഷങ്ങളോളം ദിവസങ്ങളോളം പറയാമെന്ന് വെച്ചറിയില്ല, വർഷങ്ങളോളം തന്നെ പറയേണ്ടി വരും. എപ്പോഴും പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിൻ്റെ കളി ശൈലി ആണ് അതിൻ്റെയൊക്കെ ഒരു കാരണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിൻ്റെ സ്ലോ ഗെയിം, പന്തുമായിട്ടൊക്കെ മുന്നേറുമ്പോൾ ഡിഫൻസിന് എന്നെ ഓട്ടോമാറ്റിക്കായി ഫോൾ ചെയ്യാൻ പോകുന്ന ടാക്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. എന്നാൽ പന്തെടുത്ത് പോയാലോ, അദ്ദേഹം ഒരു മത്സരം ഫുള്ള് ഗ്രൗണ്ടിൽ കളിച്ചാലോ നിറഞ്ഞാടും ചെയ്യും. അത് വേറൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കളി കാണാൻ വേറൊരു രസമാണ്. നെയ്മറിൻ്റെ കളി കാണാൻ അദ്ദേഹം വേറൊരു ലെവലാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ കളി കാണാനൊക്കെ ഗ്യാലറിയിൽ ആളുണ്ടായിരുന്നു ഒരു മത്സരത്തിലൊക്കെ. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് കളിക്കാൻ പോലില്ല. കുറച്ച് മാസങ്ങളായിട്ട് റെസ്റ്റിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗദി ക്ലബ്ബ് അൽ ഹിലാലിലും ഇപ്പോൾ ഏതാനും മാസങ്ങളായി അദ്ദേഹം ബൂട്ട് കെട്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരുന്നതോടുകൂടി കുറച്ചുകൂടി ടീം സെറ്റാവും. അതോടുകൂടി ഒരു കോച്ചും കൂടി വന്നാൽ നല്ല, ഇപ്പോൾ എഞ്ചലോട്ടി പോലുള്ള കോച്ചുകളൊക്കെ വരുന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. അദ്ദേഹം റയൽ തന്നെ തുടരുന്നതും പറയുന്നുണ്ട്. ബ്രസീലിനൊരു ഒരു കോച്ച്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു കോച്ചിന് കിട്ടിയാൽ ഒന്നും കൂടെയൊക്കെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനും ആ ഒരു കോച്ചിൻ്റെ കീഴിൽ നല്ലൊരു ലൈനപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് വരുന്നിട്ട് ഒറ്റ ടൂർണമെൻറ്റെങ്കിലും ഒന്ന് സെറ്റായി കണ്ടില്ല. ലൈനപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, ഒരു ബ്രസീലിൻ്റെ ടീമുണ്ട്. ബ്രസീലിൻ്റെ ഫാൻസിൻ്റെ കൂടെ ഒരു ടീമുണ്ട്. ബ്രസീലിൻ്റെ ഫാൻസിന്നല്ല, ഫുട്ബോളൊക്കെ സ്ഥിരമായിട്ട് വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ബ്രസീലിൻ്റെ ടീമിൻ്റെ, അതേമാതിരി ബ്രസീലിൻ്റെ പ്ലെയേഴ്സിൻ്റെ, ബ്രസീലിൻ്റെ കളിയൊക്കെ കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. ഇതാണ് ബ്രസീൽ എന്നുള്ള കാര്യം. ആ പ്രതീക്ഷൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ബ്രസീലില്ല. ബ്രസീൽ എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോളിൻ്റെ എന്തൊക്കെയാണ് അല്ലേ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു നീയൽ ഇപ്പോൾ ബ്രസീലിൻ്റെ കാലുമില്ല, ബ്രസീലിൻ്റെ പ്ലെയേഴ്സിൻ്റെ കഴിയുമില്ല. യൂറോപ്പിലൊക്കെ കളിക്കണ മികച്ച വൻ മാർജിനിൽ സാലറിയും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഒരുപാട് നല്ല ക്ലബ്ബിൽ റയൽ, ബാഴ്സ, അതേമാതിരി EPL ഭയങ്കര വലിയ ക്ലബ്ബിൽ കളിക്കണം നല്ല താരങ്ങൾ, ക്വാളിറ്റി താരങ്ങൾ ബ്രസീലിൻ്റെ ലൈനപ്പിലുണ്ട്. പക്ഷേ അതിനൊക്കെ ഒന്നൊരു തമ്മിലൊരു അന്തർധാര, എന്താ പറയുക, മറ്റേ കോമഡിയിൽ പറയാലോ, പരസ്പരം അന്തർധാര എന്നൊക്കെ. അങ്ങനെ ഒരു ലൈനപ്പ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ലൈനപ്പ്, പിന്നെ സെറ്റായിട്ടുള്ളൊരു ലൈനപ്പ് ഇതുവരെ കണ്ടെത്താൻ ടീമിന് ഇതുവരെ നമ്മളെ കോച്ചിനോ, നിലവിലുള്ള കോച്ചിനോ അല്ലെങ്കിൽ ടീമിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂറുഗ്വേനോട്ടൊക്കെ മത്സരം കളിക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നൊരുക്കം കരുതന്നെ വേണ്ടി വരും. കാരണം നല്ല ടീമാണ് ഉറുഗ്വേ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉറുഗ്വേ അതേമാതിരി അവരും ക്വാർട്ടറിലാണ്, കുഴപ്പമില്ലാത്ത ലൈനപ്പ് കൊണ്ട് തന്നെയാണ് ഓരും വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ബ്രസീലിൻ്റെ കളി കാണാൻ കാത്തിരിക്കുന്ന ഫാൻസിനാണെങ്കിലും അല്ലാത്തവർ കാണുന്നുണ്ട്. ബ്രസീലിൻ്റെ കളി സ്ഥിരമായിട്ട് വീക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ബ്രസീലിൻ്റെ കാര്യത്തിലൊരു എന്താ പറയുക, ഒരു ഇതാണ്. കാരണം ബ്രസീൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ബ്രസീലിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണ്. ലാസ്റ്റ് ബ്രസീലും കൊളംബിയയും കളി കളിച്ചു. അതിൽ ഒരു പെനാൽറ്റി ബ്രസീലിന് കിട്ടേണ്ട ഒരു പെനാൽറ്റി, വിനീഷ്യസിനെ ഫോൾ ചെയ്ത ഒരു പെനാൽറ്റി ബ്രസീലിനെ നിഷേധിച്ചു. റഫറിക്കുണ്ടായ പേവാണ്, അത് പിഴവാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ അംഗീകരിച്ചുകൊണ്ട് പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ ഒരു ഗോളിൻ്റെ ആ ഒരു പെനാൽറ്റി സ്കോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗോളിന് അന്ന് ബ്രസീൽ ജയിച്ചൊന്ന് കൂട്ടിക്കോളിയും. അപ്പോൾ ഉറുഗ്വനെ പോലുള്ള നല്ല ഇത്രയും ക്വാളിറ്റിയുള്ള ടീമിനൊന്നും ഓപ്പോസിറ്റ് ക്വാർട്ടറിൽ ബ്രസീലിന് കിട്ടില്ലായിരുന്നു. ഏതോ പനാമ അങ്ങനെ ഏതൊക്കെ ടീമിനോട്ടൊക്കെ ആയിരുന്നു വരിക. അതൊക്കെ ഓരോ കഥയാണ്. അപ്പോൾ റഫറിമാർക്ക് പറ്റിയ പേവാണിത്. റഫറിമാർക്ക് പറ്റിയ ഈ ഒരു പേവിന് ചിലപ്പോൾ ബ്രസീൽ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ വില കൊടുക്കേണ്ടി വരും. ഉറുഗ്വനെ പോലുള്ള ടീമിനോട്ടൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. കളി കഴിഞ്ഞിട്ട് കുറേ ക്ഷമ പറയിട്ട് വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് കഥ. ഏതായാലും ഉറുഗ്വ ബ്രസീൽ മത്സരം നല്ലൊരു ഈ പറഞ്ഞ മത്സരം തന്നെ ആയിരിക്കണം നമുക്ക് പ്രതീക്ഷിക്കാം. അതേമാതിരി തന്നെയാണ് യൂറോ കപ്പിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കളിയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊക്കെ ഉറക്കൊഴിച്ച് ഓരോ ദിവസങ്ങളും തള്ളി നീക്കാൻ മീൻസ് സമയം മണിക്കൂറുകൾ കളി തുടങ്ങാൻ വേണ്ടിയിട്ട്. സ്പെയിന് ജർമ്മനിയുള്ള കളി, അതേമാതിരി പോർച്ചുഗൽ ഫ്രാൻസിൻ്റെ കളിയൊക്കെ അതൊരു ഒന്നൊന്നര കളിയാക്കാം.